വിമാനത്താവളങ്ങൾ സ്വന്തമാക്കി, തുറമുഖങ്ങൾ കീഴടക്കി. ഇനി അദാനി ലക്ഷ്യം വെക്കുന്നത് നീലാകാശമാണ്. അതെ, ഇന്ത്യയുടെ വ്യോമയാന ചരിത്രം തിരുത്തിക്കുറിക്കാൻ പോകുന്ന ആ മഹാവാർത്ത പുറത്തു വന്നു കഴിഞ്ഞു. ബോയിങ്ങും എയർബസും ഭരിക്കുന്ന ആഗോള വിപണിയിലേക്ക് ഒരു ഇന്ത്യൻ കരുത്ത് വരുന്നു. ഇനി വെറും വിമാനത്താവളങ്ങൾ മാത്രമല്ല, ആകാശത്ത് പറക്കുന്ന വിമാനങ്ങളും ഇന്ത്യയിൽ നിർമ്മിക്കും. അദാനിയും ബ്രസീലിയൻ കമ്പനിയായ എംബ്രയറും കൈകോർക്കുമ്പോൾ മാറാൻ പോകുന്നത് ഇന്ത്യയുടെ വിധി തന്നെയാണ്. ഇത് വെറും ഒരു ബിസിനസ് വാർത്തയല്ല, മറിച്ച് ആഗോള വിമാന നിർമ്മാണ രംഗത്ത് ഇന്ത്യയുടെ പടയോട്ടത്തിന് തുടക്കമാണ്. ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വ്യോമയാന വിപണിയാണ് ഇന്ത്യയുടേത്. എന്നാൽ ഈ വളർച്ചയ്ക്കൊപ്പം വിമാനങ്ങൾ എത്തിക്കാൻ നിലവിലെ വമ്പന്മാരായ എയർബസിനും ബോയിങ്ങിനും സാധിക്കുന്നില്ല. ഇവിടെയാണ് ഗൗതം അദാനി എന്ന തന്ത്രശാലിയായി വ്യവസായി തന്റെ അടുത്ത നീക്കം നടത്തുന്നത്. ബ്രസീലിയൻ വിമാന നിർമ്മാണ ഭീമനായ എംബ്രയറുമായി ചേർന്ന് ഇന്ത്യയിൽ വാണിജ്യ വിമാനങ്ങൾ നിർമ്മിക്കാൻ അദാനി ഗ്രൂപ്പ് തയ്യാറെടുക്കുന്നു. അദാനി എയ്റോസ്പേസും എംബ്രയറും തമ്മിലുള്ള ഈ ധാരണാപത്രം യാഥാർത്ഥ്യമായാൽ വിമാനങ്ങൾ സ്വന്തമായി നിർമ്മിക്കുന്ന ലോകരാജ്യങ്ങളുടെ എലൈറ്റ് പട്ടികയിലേക്ക് ഇന്ത്യയും ഗംഭീരമായി ചുവട് വെക്കും. നമ്മൾ സാധാരണ കാണുന്ന വലിയ വിമാനങ്ങളല്ല ഇവർ ലക്ഷ്യം വെക്കുന്നത്. 70 മുതൽ 146 വരെ യാത്രക്കാരെ വഹിക്കാൻ കഴിയുന്ന ചെറിയ വിമാനങ്ങളാണ്. ഇന്ത്യയിലെ ചെറുകിട നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഉഡാൻ പദ്ധതിക്കും ആഭ്യന്തര യാത്രകൾക്കും ഏറ്റവും അനുയോജ്യമായത് ഇത്തരം വിമാനങ്ങളാണ്. നിലവിൽ എയർ ഇന്ത്യയും ഇൻഡിഗോയും സ്പേസ് ജെറ്റും അടക്കമുള്ള ഇന്ത്യൻ കമ്പനികൾ 1800ഓളം വിമാനങ്ങൾക്ക് ഓർഡർ നൽകി കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവർ ലഭിക്കാൻ വർഷങ്ങൾ കാത്തിരിക്കണം. ഈ വിടവ് നികത്താനാണ് അദാനിയുടെ പ്ലാൻ. അടുത്ത 20 വർഷത്തിനുള്ളിൽ ഇന്ത്യക്ക് ഇത്തരം 500 ചെറിയ വിമാനങ്ങൾ ആവശ്യമായി വരുമെന്നാണ് എംബ്രയർ കണക്ക് കൂട്ടുന്നത്. മേക്ക് ഇൻ ഇന്ത്യയും കേന്ദ്ര ഇടപെടലും നരേന്ദ്രമോദി സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഊർജ്ജമായിരിക്കും ഈ പ്രൊജക്ട്. ഇറക്കുമതി ചെയ്ത ഭാഗങ്ങൾ ഇന്ത്യയിൽ വെച്ച് അസംബിൾ ചെയ്യുന്ന രീതിയിലായിരിക്കും തുടക്കം. ഇന്ത്യയിൽ വിമാനം നിർമ്മിക്കുന്ന കമ്പനികൾക്കും അത് വാങ്ങുന്ന വിമാനവാഹിനി കമ്പനികൾക്കും വമ്പിച്ച ഇളവുകളും ധനസഹായവും നൽകാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഈ മാസം അവസാനം ഹൈദരാബാദിൽ നടക്കുന്ന വിപുലമായ എയർ ഷോയിൽ വെച്ച് ഈ പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. വിമാന നിർമ്മാണ പ്ലാന്റ് എവിടെ വരുമെന്നത് ഇപ്പോഴും ഒരു സസ്പെൻസ് ആയി തുടരുകയാണ്. അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ എക്കോസിസ്റ്റം നിർമ്മാണമാണ്. അവർക്ക് നിലവിൽ തിരുവനന്തപുരം ഉൾപ്പെടെ 8 പ്രധാന വിമാനത്താവളങ്ങളുടെ നടത്തിപ്പ് ചുമതലയുണ്ട്. വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണി നടത്തുന്ന MRO മേഖലയിൽ അവർ നിക്ഷേപം നടത്തിക്കഴിഞ്ഞു. ഇപ്പോൾ വിമാന നിർമ്മാണത്തിലേക്ക് കൂടി കടക്കുന്നതോടെ വിമാനം നിർമ്മിക്കുന്നത് മുതൽ അത് പറത്തുന്നതും നിയന്ത്രിക്കുന്നതും അദാനിയുടെ സാമ്രാജ്യത്തിന് കീഴിലാകും. വരുന്ന 5 വർഷത്തിനുള്ളിൽ 1 ലക്ഷം കോടി രൂപയാണ് വ്യോമയാന മേഖലയിൽ മാത്രം അദാനി ഗ്രൂപ്പ് നിക്ഷേപിക്കാൻ പോകുന്നത്. ഇത് രാജ്യത്തെ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ആഗോള വിപണിയിലെ മാറ്റം നിലവിൽ US-ലും ബ്രസീലിലും മാത്രമാണ് എംബ്രയറിന് പ്ലാന്റുകൾ ഉള്ളത്. മൂന്നാമതൊന്ന് ഇന്ത്യയിൽ വരുന്നത് ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട്. അദാനിയുടെ ഈ നീക്കം വിജയിച്ചാൽ നാളെ ലോകത്തെ 1ാം നിരക്കാരായ എയർബസും ബോയിങ്ങും ഇന്ത്യയിൽ ഫാക്ടറികൾ തുടങ്ങാൻ നിർബന്ധിതരാകും. സ്റ്റാർ എയർ പോലെയുള്ള കമ്പനികൾ ഇപ്പോൾ തന്നെ എംബ്രയർ വിമാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിർമ്മാണം തുടങ്ങുന്നതോടെ വിമാനങ്ങളുടെ വില കുറയുകയും കൂടുതൽ സ്റ്റാർട്ടപ്പ് വിമാന കമ്പനികൾ ഈ രംഗത്തേക്ക് വരികയും ചെയ്യും. സാധാരണക്കാരന് കുറഞ്ഞ നിലവിൽ വിമാനയാത്ര സാധ്യമാകുമെന്ന കാലം അതിദൂരമല്ല എന്നാണ് ചുരുക്കം.